ഹായ് ഫ്രണ്ട്സ്, ഏജ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ പുതിയ അപ്ഡേറ്റുകൾ നോക്കാം. 2023 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA മാത്സ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം റെഗുലർ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന 2024 ഫെബ്രുവരി 8-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഏപ്രിൽ നടത്തിയ 1ാം സെമസ്റ്റർ BA 2019 സ്കീം റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഡീറ്റെയിൽസ് സൈറ്റിൽ അവൈലബിൾ ആണ്. ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MSc ബയോടെക്നോളജി റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് www.slc1.keralauniversity.ac.in മുഖേനയും സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾക്ക് exam.keralauniversity.ac.in മുഖേനയും ഫെബ്രുവരി 9-നകം ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. റെഗുലർ വിദ്യാർത്ഥികളുടെ അപേക്ഷ ഫീസ് ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇനി പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് ആണ്. 2023 നവംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MA ഡാൻസ് കേരള നടനം പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 ഫെബ്രുവരി 5 മുതൽ 8 വരെ നടത്തുന്നു. അതുപോലെ 2023 നവംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc ബയോ കെമിസ്ട്രി പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഫെബ്രുവരി 8 മുതൽ 13 വരെ അതത് കോളേജുകൾ നടത്തുന്നു. ഇനി പരീക്ഷാ ഫീസാണ്. ഫെബ്രുവരി 28-ന് ആരംഭിക്കുന്ന 3ാം സെമസ്റ്റർ BA ഡിഗ്രി പരീക്ഷകൾക്ക് SLC 2022 അഡ്മിഷൻ, റെഗുലർ 2021 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 19 സ്കീം, 19 സ്കീം സപ്ലിമെൻ്ററി, 19-20 സ്കീം അഡ്മിഷൻ, 15 സ്കീം മേഴ്സി ചാൻസ്, 15-18 അഡ്മിഷൻ പരീക്ഷകൾക്ക് ഫൈനൽ 2024 ഫെബ്രുവരി 5 വരെയും 150 രൂപ ഫൈനോട് കൂടി ഫെബ്രുവരി 8 വരെയും 400 രൂപ ഫൈനോട് കൂടി ഫെബ്രുവരി 12 വരെയും ഫീസ് അടിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. റെഗുലർ വിദ്യാർത്ഥികളും 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളും SLCM പോർട്ടൽ മുഖേന ഫീസ് അടച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ആൻഡ് റീവാലുവേഷനെ കുറിച്ച് റീവാലുവേഷൻ റിസൾട്ടുകളെ പറ്റിയിട്ട് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീവാലുവേഷൻ റിസൾട്ടുകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം പല കോഴ്സുകളുടെയും പല സെമസ്റ്റർ ബേസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. ഓക്കെ, റിവാലുവേഷനെ കുറിച്ചിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങളുടെ പ്രൊഫൈൽ റാൻഡമായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് റിവാലുവേഷൻ മെമ്മോ എന്ന് പറഞ്ഞ സെക്ഷനിൽ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം മറ്റുള്ള ഇൻഫർമേഷൻ ഒഫീഷ്യലി വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്